കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചൂണ്ടിക്കാട്ടി CPM പിന്തുണയോടെ നടത്തുന്ന സമരാക്രമങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് SFIക്ക് പിന്നാലെ ഡിവൈഎഫ്ഐയും സമരത്തിന് ഇറങ്ങിയതോടെ രാഷ്ട്രീയ ലാഭം മാത്രമാണ് CPM ലക്ഷ്യം വെക്കുന്നത്. നീണ്ട കാലത്തിനു ശേഷം സമരങ്ങളിൽ സജീവമാകുന്ന SFIക്ക് പോലീസ് നൽകുന്ന പ്രോത്സാഹനവും സംശയങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹനനുണ്ട്. പ്രജിത്ത്, അതായത് സർക്കാർ വീഴ്ചകൾ മറച്ചുവെക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്, അല്ലേ? ചില വിഷയങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുടെ പൂർണ്ണമായ തകർച്ച സംസ്ഥാനത്തുണ്ട് എന്നുള്ളതൊരു പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതായത് ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണ ബിന്ദു എന്ന യുവതി മരിച്ച സാഹചര്യം, അങ്ങനെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ തുടർ വീഴ്ചകളും അതോടൊപ്പം കൃത്യമായ പണം അനുവദിക്കാത്ത തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ, ആരോഗ്യ മേഖലയിലെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പല അവകാശങ്ങളും ലഭിക്കാത്തത്, കാരുണ്യ ബെനഫിറ്റ് ഫണ്ട് പോലെയുള്ള പദ്ധതികൾ താളം തെറ്റുന്നത്, പലയിടത്തും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഒട്ടനവധി ആനുകൂല്യങ്ങൾ മുടങ്ങിപ്പോകുന്നത്, അങ്ങനെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു നിന്നൊരു സാഹചര്യം, ഒരു സമയമായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് വീണ്ടും ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചു എന്നുള്ളൊരു വിഷയം ചൂണ്ടിക്കാട്ടി വലിയൊരു രാഷ്ട്രീയ വിവാദം തന്നെ CPM ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. തുടർച്ചയായി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കേരള സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ തടസ്സപ്പെടുന്ന രീതിയിൽ, അതിൻ്റെ സുരക്ഷാ വീഴ്ചകൾ, സുരക്ഷ വലിയ പ്രശ്നമാകുന്ന രീതിയിലൊക്കെ, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേരെയൊക്കെ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം, തെരുവിൽ SFI DYFI പ്രവർത്തകർ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ സംസ്ഥാന പോലീസ് ഒത്താശ ചെയ്യുന്ന കാഴ്ച, അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയെടുക്കുന്നതിന് പിന്നിൽ പലവിധ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഒന്ന്, നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ആരോഗ്യ മേഖലയിലടക്കം ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചകൾ, വലിയ പരാജയങ്ങൾ, അവയൊക്കെ ഒന്ന് മായ്ച്ചു കളയുന്നത് അല്ലെങ്കിൽ അവയിൽ നിന്ന് ചർച്ച മാറ്റുന്നത്. 2016-ലും 2021-ലും സംസ്ഥാന സർക്കാർ അധികാരത്തിലേറിയത് അതിന് പിന്നിൽ ചില കൃത്യമായ പ്രീണന നിലപാടുകൾ കൂടിയുണ്ട്. കാരണം ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത്, അത്തരമൊരു സന്ദേശം നൽകുന്നത്, അത്തരം സന്ദേശങ്ങളിൽ എതിർപ്പുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ചില തീവ്ര നിലപാടുകാർക്ക് അത്തരം സങ്കല്പങ്ങളോടുള്ള നിലപാട് എന്താണ്, അവർ കാലങ്ങളായി അതിനെയൊക്കെ എതിർക്കുന്നതുമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നൊരു വിഷയമാണ്. അപ്പോൾ അത്തരം സംഘടനകളെ, തീവ്ര ഇസ്ലാമിക സംഘടനകളെയൊക്കെ പ്രീണിപ്പിക്കാനും അവരുടെ വോട്ട് നേടാനും തെരഞ്ഞെടുപ്പ് കാലത്ത് CPM ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ഈ വിഷയത്തിലൊക്കെ തന്നെ വിശദമായ ഒരു ചർച്ച നടക്കേണ്ടതാണ്. വരും മണിക്കൂറുകളിൽ നമുക്ക് അത്തരം ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.